അങ്ങനെ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. ശക്തമായ മഴയാണ്, ഭയങ്കര കാറ്റും. അപ്പം ശരി, ഞങ്ങൾ ഉള്ളിലേക്ക് കിടക്കാൻ പോകാം. അങ്ങനെ സെക്യൂരിറ്റി ചെക്കപ്പും ഒക്കെ കഴിഞ്ഞു. ആദ്യം ബോർഡിംഗ് പാസ് മേടിച്ചിട്ട് ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കപ്പിൽ കിടന്നിട്ട് ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഫ്ലൈറ്റ് 2 മണിക്കാണ്. ആക്ച്വലി 12:30 ആയിരുന്നു, പക്ഷെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിപ്പോയി. എയർപോർട്ടിൽ നിന്ന് 1 hour ജേണി ആയിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ടയർഡാണ്. അതായത് ഇപ്പൊ നമ്മുടെ ഹോട്ടലാണ്. നമ്മൾ കേറിയിട്ടില്ല, നമ്മൾ ലഗേജ് ഒക്കെ എടുത്ത് വരുന്നു. ഹോട്ടലിന്റെ ഉള്ളിൽ കയറിയിട്ടാണ്. ഇപ്പൊ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്പോർട്ട്സ് ഒക്കെ അവിടെ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 2 o'clock നമുക്ക് റൂം കിട്ടുള്ളൂ. അതുവരെ നമ്മൾ വേറെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചൊക്കെ. നമ്മുടെ റൂമിലേക്ക് പോവാം. എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മള് ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പോ എല്ലാവരും പുതിയ കോസ്റ്റ്യൂമിലായിരിക്കും കാണാൻ. ചേച്ചിയുടെ ഫ്ലോർ എത്തി. ബൈ. അയ്യോ 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 ബൈ. നമ്മുടെ റൂം ഇവിടെ എത്തിയിരിക്കുകയാണ്. ദിസ് ഇസ് ആർ റൂം. So this is our room. Mama, say hi. Hi. Daddy, say hi. Hi. Missed the morning glaze, but the sunlight hits in so many ways. Grabbed my shades and hit the streets, no plan, chasing vibes like seashells. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ സ്പോട്ട് അന്വേഷിച്ച് പോവാണ്. ജോസിന് ഏതൊരു സ്ഥലമൊക്കെ അറിയാം. നമ്മളെല്ലാവരും നമ്മൾ പോവാം. അങ്ങനെ നമ്മള് ഫുഡ് അന്വേഷിച്ച് പോവാണ്. Today's for us, no time to lag. Feel the world just എല്ലാരും say hi. Hi പറയമ്മ. We are going to have lunch. It's a beautiful flower day. Life's a tune, sing it till we break. Concrete warm under my bare feet. Crowds moving like a heartbeat. Skipping stones in city streets. ഇപ്പൊ നമ്മള് ഇപ്പോൾ റെഡി ആയിട്ട് നമ്മളിനി പെട്രോണസ് ട്വിൻ ടവറിലേക്ക് പോവാണ്. സോ ബിഫോർ ദാറ്റ് നമ്മൾ കുറച്ച് ടയർഡായിരുന്നു. അപ്പോൾ വി തോട്ട് ഓഫ് ടേക്കിംഗ് സം റെസ്റ്റ്. എന്നിട്ട് ഒരു കുറച്ച് നേരം എല്ലാവരും ഉറങ്ങി. ആൻഡ് ദെൻ വി ആർ റെഡി ടു ഗോ ടു പെട്രോണസ് ട്വിൻ ടവർ. While laughter echoes through the halls, feel the world just turning slow. Hi. How are you? Fine. Are you excited?
ഇവിടെ ഒരു മാൾ ഉണ്ട്. ഇവിടെ ആക്ച്വലി ലൈക്ക് വളരെ ലക്ഷറീസ് ബ്രാൻഡ്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ആൻഡ് യാ ഇറ്റ്സ് സോ ഗുഡ്. അപ്പൊ ഇന്ന് നമ്മള് പെട്രോണസ് സ്റ്റോറിന്റെ അകത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരാള് പിയാനോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോസിനെ കൊണ്ട് വായിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ചേട്ടൻ നിൽക്കുന്ന ലക്ഷ്യം തന്നെയാണ്. ഞങ്ങൾ ക്ലാപ്പ് ചെയ്ത് അവസാനിപ്പിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ആള് മുഴുകിയിരിക്കുകയാണ്. പെട്രോണസ് ടവറിന്റെ ഉള്ളിലെ ഫൗണ്ടൈൻ ഷോയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലൈറ്റ്സ് ഓൺ ആയി. KLCC പാർക്കിലെ ഈ ഫൗണ്ടൈൻ ഭയങ്കര ഫേമസ് ആണ്. ഞങ്ങളൊക്കെ ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആണ്. അതിപ്പോ ഫ്യൂ മിനിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഫൗണ്ടൈൻ ആസ്വദിക്കാം. എല്ലാവരും ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയി. സോ വി ആർ ലുക്കിംഗ് ഫോർ എ ഗുഡ് ആൻഡ് അഫോർഡബിൾ cafe where we'll get something to drink. ഞങ്ങളിപ്പോ പെട്രോണാസിന്റെ മ്യൂസിക്കൽ ഫൗണ്ടൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആകെ ടയർഡായിട്ട് അതിന്റെ ഫുഡ് കോർട്ടില് പെട്രോണാസ് ബിൽഡിങ്ങിലെ ഫുഡ് കോർട്ടിലേക്ക് വന്നേക്കാണ്. അവിടെ 2 ജ്യൂസ് പറഞ്ഞു അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. Mango magic tea. Okay. Do try it out once you come here. നമ്മളിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. ഇവിടെ നമ്മുടെ ലുലുമാളൊക്കെ പോലെ തന്നെയല്ലേ. നമ്മൾ ഇന്ന് ലാൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ കുറേ സാധനങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടെങ്കിലും അത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ വളരെ പ്രൊഡക്റ്റീവായിരുന്നു. നമ്മൾ അധികം സമയമൊന്നും വേസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി നാളെ വളരെയധികം ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും ഒരു പ്രോപ്പർ സ്ലീപ്പും റെസ്റ്റ് ആവശ്യമാണ്. ഇപ്പോൾ സമയം ഒരു 10:30 യെസ് മേ ബി ഒരു 10:30. അതിനിപ്പോൾ നമ്മൾ ഹോട്ടലെത്തുമ്പോൾ 11 o'clock ആവും. പിന്നെ കുളിച്ച് കിടക്കുമ്പോൾ ഏകദേശം ഒരു ലേറ്റൊക്കെ ആവും. പക്ഷേ നമുക്ക് നാളെ നേരത്തെ തന്നെ ബൊഫേക്ക് ചെയ്യുന്ന വെച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. നമ്മളെന്ന വേൾഡിലെ നമ്മുടെ ഫസ്റ്റ് ബൊഫേ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടാണ്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു ബൊഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ആഗ്രഹമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പ്ലസ് അതൊക്കെ നമ്മുടെ ടേസ്റ്റിന് സൂട്ടബിൾ ആയിട്ടുള്ള
ഡിഷസ് ആയിരുന്നു. ചിക്കൻ സോസേജസ്, പിന്നെ പുഡിങ്, പിന്നെ ഫ്രൈഡ് റൈസ്, പിന്നെ മലേഷ്യൻ ടച്ചുള്ള കുറച്ച് ഡിഷസ്, പിന്നെ നാസിലമാസ്, പിന്നെ ഡെസേർട്സിൽ എന്താ പറയാ ബണ്ണ്, ക്രോയ്സൻസ്, ഡാനിഷ് എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങള് എല്ലാം ഓൾമോസ്റ്റ് അവസാനിപ്പിച്ച പോലെ അവർ ലൈറ്റ് ഓഫ് ചെയ്തു. പിന്നെ നമ്മള് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും നല്ല റെജുവിനേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. ഗൈസ്, സോ നമ്മള് എല്ലാവരും റെഡി ആയിട്ട് നമ്മളിന്ന് പുറത്തേക്ക് പോകാൻ പോവാണ്. എങ്ങോട്ട് പോകണം? സ്ട്രീറ്റ് വാണ്ടറി. ഓക്കെ. സോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇപ്പൊ എത്ര മണി? ഉച്ച പറയും. അപ്പൊ നമ്മളിപ്പോ ഇറങ്ങാൻ പോവാണ്. ക്ലാസ് എടുക്കാം. ഞങ്ങളിനി ഷോപ്പിംഗ് ഏരിയയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ക്യാബ് വിളിക്കാതെ നടന്നു ഒരു 1.5 കിലോമീറ്റർ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതൊക്കെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചേക്കണം. അങ്ങനെ സെൻട്രൽ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളായിട്ട് ഒരു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റുകളുടെ ഒരു ഇതാണ്. റേറ്റ് 2000 റിംഗറ്റ്, 1000 റിംഗറ്റൊക്കെയാണ് റേറ്റ്. നോക്കിൽ മാത്രം ഉണ്ടാവുള്ളൂ എന്ന് തോന്നണം. അപ്പൊ നമ്മളിപ്പോ ഒരു മാർക്കറ്റിലാണ്. ബസാർ എന്നാണ് ആ മാർക്കറ്റിന്റെ പേര്. ലോഡ് ഓഫ് സ്റ്റോൾസ് ഹിയർ. സോ ഇവിടെ കുറേ കടകളുണ്ട്. വേർ വി കൻ ബൈ വെരി ക്യൂട്ട് സ്റ്റഫ്സ് ആൻഡ് പിന്നെ കുറേ ഡ്രസ്സുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വയ്ക്കാം. അപ്പം നമ്മളിപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മ സേ ഹായ്. ഹായ്. ഇവിടെ കുറേ ഇതൊക്കെ ഡ്രസ്സിന്റെ സ്റ്റോഴ്സ് ആണ്. ഇങ്ങനെ കുറേ സ്റ്റോഴ്സ് ഉണ്ട്. ഭയങ്കര നല്ലൊരു ഷോപ്പാണ്. ഷോപ്പിന്റെ പേര് ഹോട്ട്പ്ലസ് ആണ്. നമ്മൾ കുറേ സാധനങ്ങൾ മേടിച്ചത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ സാധനങ്ങൾ, പക്ഷെ വെരി യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ റീസണബിൾ റേറ്റിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബില്ല് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡിന്റെ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണമെന്നുണ്ട്. വയറെന്ന് പറഞ്ഞ
നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി നമ്മൾ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അപ്പൊ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ബൊഫയാണ്. ഇതെല്ലാം നമ്മൾ തന്നെ കഴിച്ചത്. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ അവരെ പ്രൊവൈഡ് ചെയ്യുന്ന ബൊഫയാണ്, കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ബൊഫയാണ്. സോ ടേസ്റ്റി. ജെൻഡിങ് ഐലൻഡിലേക്ക് പോവാണ്. അവിടെ കുറെ ഇൻഡോർ ആക്ടിവിറ്റീസ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ എന്തൊക്കെ കയറാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. എപ്പോൾ എത്തും അവിടെ ഭയങ്കര 1 hour ക്യൂ ഒക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അതൊക്കെ അവിടെ ചെന്നിട്ട് അതെ വെയിൽ തണുപ്പുണ്ട് വെയിലും ഉണ്ട്, എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും എന്തായാലും പറയാനുണ്ടോ? ഓക്കെ ബൈ. ജെൻഡിങ് ഐലൻഡ് അവാന സ്കൈ കേബിൾ. Kense, okay lah, Kense, no, kamu. Okay. Okay. Kense, okay. Kense. 20 minutes ജെൻഡിങ് ഐലൻഡ് എത്താണ്. കേസൊക്കെ നന്നായി ഉറങ്ങി. ബാക്കി എല്ലാവരും ഉറങ്ങി. ജോസും ഡാഡിയും കൂടി പെട്രോളിന്റെ വിലയൊക്കെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അതൊക്കെ കറക്ഷൻ. ഈ കാറുകൾ ഫുള്ള് ജെൻഡിങ് ഐലൻഡിലേക്ക് അവിടെ ഭയങ്കര ക്യൂ ആണെന്ന് ചോദിച്ചില്ലേ ഡാഡി? അപ്പം പറയുന്നേ ഡാഡിയോട് ചോദിക്കേ ക്യൂ ഉണ്ടാവോന്ന്. അപ്പൊ ചോദിക്കണേ ഇത്ര നേരമേ എടുത്തൊക്കെ പെട്രോള് 40 രൂപയുള്ള ₹20. അതുകൊണ്ട് ഗൈസ് ഇവിടെ ആരും ഉപയോഗിക്കുന്നില്ല. ആൾക്കാരൊക്കെ ഇറങ്ങി വന്ന് ശരിയാണ്. Very good. You see? Oh, very beautiful. Very beautiful. You keep cash money cup. Money you keep it. Very good ma. Finding you know big. Finding it. പിന്നെ ഇവിടെ ഉച്ചയായതുകൊണ്ട് കുറച്ച് വെയിലുണ്ട്, പക്ഷെ സെയിം ടൈം കുറച്ച് തണവുണ്ട്. ഇവിടെ ഫോട്ടോസ്
10 മിനിറ്റിന് കേബിൾ കാർ റൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാൻ പോവാണ്. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. അതിന്റെ ക്യൂ ആണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. ഈ ക്യൂ കൂടി കഴിഞ്ഞാൽ നമ്മൾ കേബിൾ കാറിന്റെ ഉള്ളിലേക്ക് കയറും. നിങ്ങൾ കുടിച്ച ജ്യൂസിന്റെ സ്ഥലം പ്രായം പിടിച്ചോളൂട്ടാ. ഞാൻ വേണം പിടിക്കാൻ എനിക്ക് കണ്ണാൻ പറ്റാന്ന്. So this is how we get inside the cable car. Like cable car fully stop ചെയ്യില്ല, പക്ഷെ കുറച്ച് സ്പീഡില് മൂവ് ചെയ്യണ്ടോ. പക്ഷെ അത് വേണ്ടില്ല, സീനിലാന്ന് തോന്നുന്നു. എല്ലാരും അമ്മേ കുറച്ച് സീനാന്ന് തോന്നുന്നുണ്ട്. ആൾക്കാരൊക്കെ അയ്യോ നമ്മള് തത്തിട്ട് ഓടിക്കാറുണ്ട്. How was your cable car experience? കേബിൾ കാർ എക്സ്പീരിയൻസ് നമ്മള് 2 മണിക്കൂർ ക്യൂ നിന്ന് കയറി വരുമ്പോ അതിനുള്ളതുണ്ടോ എന്നൊരു സംശയം. അതിന്റെ ഉള്ളിൽ കയറുന്ന സമയത്തും വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. പക്ഷേ 2-2.5 മണിക്കൂർ ക്യൂ കിട്ടും. അത് നോക്കുന്നതാണ് ബുദ്ധിമുട്ട്. Hello there, say hello to Sammy and Sammy. Okay, now ready, let's... There you go, thank you so much. Thank you. ചിലപ്പോൾ നിൽക്കുന്നത് വേൾഡിലെ ഏറ്റവും കൂടുതൽ റൂമുകളുള്ള ഒരു ഹോട്ടലിൻ്റെ മുന്നിലാണ്. അതിൻ്റെ പേര് ദിവസം ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ. ആ ഹോട്ടലിൻ്റെ ലോബിയിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി ക്യാബ് ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് റൂമിലേക്ക് ഈ ഹോട്ടലിൽ 7,300 റൂംസ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഇസ് സോ ബിഗ്. വലിയ ഹോട്ടൽ. നമ്മളിപ്പോ സദേൺ സ്പൈസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ മോസ്റ്റ്ലി ഇന്ത്യൻ ഫുഡാണ് കിട്ടുന്നത്. അത് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇവിടെ മലേഷ്യയിലെ ഹോട്ടലായാലും ടി വിയിൽ പ്ലേസ് ചെയ്യുന്നത് സൂര്യയുടെ ധനുഷിന്റെയും സമാന്ത അവരുടെയും മൂവിയാണ്. ഒരു സദേൺ ടച്ച് തരാൻ വേണ്ടിയായിരിക്കും. നെയിം തന്നെ സദേൺ സ്പൈസ് ആണ് പേര്. നമ്മൾ ഓർഡർ ചെയ്തിട്ട് ബിരിയാണി കേട്ടോ. മൈ ഗോഡ്, കൊറേ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ ഇത്. Biryani is so good, guys. This is chicken biryani. We have salads. We have papadam. We are leaving from this room. Bye.
ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തപ്പോൾ ഹോട്ടലിലെ സ്പെയർ കീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ബ്ലോഗ് ചെയ്യണ മെയിൻ ആള് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങളിൽ നിന്ന് 30 റിംഗറ്റ് ഫൈൻ ഈടാക്കി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനി മലേഷ്യ അങ്ങനെ വിദേശ ടൂറുകളൊക്കെ പോകുമ്പോൾ സ്പെയർ കീ വളരെയധികം സൂക്ഷിക്കുക. അത് ഒരെണ്ണെങ്കിലും നഷ്ടപ്പെട്ടപ്പോൾ 30 റിംഗറ്റ് അവർ ചാർജ് ചെയ്യും. അപ്പോൾ അത് ഫൈൻ കിട്ടാതെ സൂക്ഷിക്കുക. ഇവിടുത്തെ റോഡുകളൊക്കെ കണ്ടു ഒരു പ്രാമൊക്കെ തള്ളി കൊണ്ടുപോകാൻ പറ്റിയ രീതിയിലാണ് പ്ലാൻ ചെയ്തത്. അങ്ങനത്തെ ഒരു ഈ കൊച്ചുങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പ്രാമിൽ പോകാൻ സ്റ്റെപ്പ് പോലില്ലാണ്ട് സ്ലോപ്പാക്കി എടുത്തേക്കണം. ഇവിടെയൊക്കെ സ്റ്റെപ്പാണ്, പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് പ്രാം തള്ളി കൊണ്ടുവരാം. ആ രീതിയിലാണ് റോഡ് പ്ലാൻ ചെയ്തേക്കുന്നത്. റോഡൊക്കെ വളരെ നീറ്റും ഒരു പുതിയ അഴുക്കുകളൊന്നും ഇല്ലാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ ആ സ്പെയർ കീ കളഞ്ഞ കാരണം 30 റിംഗറ്റ് ഹോട്ടലിൽ ചാർജ് ചെയ്ത കാരണം അത് കളഞ്ഞ ആളെ കൊണ്ട് ഞങ്ങൾ കൊച്ചിനെ ചുമച്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കണം. അത് മുതലാക്കാതെ നിലകണ്ടോ. അതിലൊന്നും കിട്ടിയില്ല. എനിക്കും കട്ടി തരാമെന്ന് ചോദിക്കും. അത് കുറച്ച് തിരക്കില്ല. അവളൊക്കെ അവളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ചേച്ചി കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആണ് ഗൈസ്. Look at her face. ആ സ്പൂൺ നമ്മുടെ ഇതിനൊരു കള്ള് ടേസ്റ്റ് ആണ്. എനിക്കൊരു പീസ് തരുമോ? എടുത്തോ. കുറച്ച് തേങ്ങ പോലെയുണ്ട്. ഇപ്പോഴും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. നോക്കൂ ഗൈസ്. Ready, smile. We are keeping it here. Okay. Thank you. ലാസ്റ്റ് ഡേ ഓഫ് മലേഷ്യ ആണ്. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ ബാക്കി സമയം ഫ്ലൈറ്റിന് ഇനി കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പോൾ ആ സമയം ഞങ്ങൾ ലാസ്റ്റായിട്ട് മിസ് ഔട്ട് ചെയ്ത ക്വാൻ ചാങ് ട്രോങ് ചിങ് എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് പെറ്റാലിൻ സ്ട്രീറ്റ് വഴി പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല ചോക്ലേറ്റ് മണമൊക്കെ വരുന്നുണ്ട്. സെക്കൻഡ് വീഡിയോ മേടിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ റിംഗറ്റൊന്നുമല്ല. ഇവിടെ ഇങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. പിന്നെന്താ, ഞങ്ങളൊരു കരിക്കൊക്കെ തിന്നത് ഞങ്ങൾ നേരത്തെ കണ്ടില്ല. അപ്പോൾ ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഓൺ ദ വേയിൽ കാണാൻ മേടിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ. ഇപ്പോൾ നമ്മൾ ജോസിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോസ് ലെഫ്റ്റിലേക്ക് തിരിയാൻ പറഞ്ഞാൽ ഞങ്ങൾ ലെഫ്റ്റിലേക്ക് തിരിയും, റൈറ്റിലേക്ക് തിരിയാൻ പറഞ്ഞാൽ റൈറ്റിലേക്ക് തിരിയും. കിണറ്റിക്ക് ചാടാൻ ചൂടാണ്. ആക്ച്വലി ഇച്ചിരി ചൂടാണ്, വെയിലുണ്ട്. പക്ഷേ കേരളത്തിലെ പോലെ കേരളത്തിൽ ഇങ്ങനെ പൊള്ളണ പോലത്തെ ചൂട് തോന്നല്ലെങ്കിലും പൊതുവെ ചൂടാണ്. നമ്മളിപ്പോ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കാം. ഓ മൈ ഗോഡ്. ഓക്കെ, വേറെ കുറേ ബിൽഡിങ്സ് കാണുന്നുണ്ട്. സ്റ്റോർ നല്ല ചൈനീസ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു സ്റ്റോറാണ്. ചേച്ചി നോക്കൂ, ഡെക്കറേഷൻ ഒക്കെ ഉണ്ട്.
ഇവിടുത്തെ വാൾസിലൊക്കെ ഫുള്ളിങ്ങനെ പെയിന്റിങ് ഒക്കെ ചെയ്തിട്ട്. സാർ അങ്ങനെ ഇരുന്ന് ക്ഷീണമായി കണ്ട, ഇരുന്ന് ക്ഷീണമാവുന്ന ഒരാളെ കണ്ട, നമ്മളൊക്കെ നടന്നിട്ടുള്ള ക്ഷീണാവാം. ഇവിടുത്തെ വാൾസൊക്കെ As the morning glaze, but the sunlight hits in so many ways. Grab my shades. അങ്ങനെ ഞങ്ങള് ഗ്വായ് ചാങ്ഹോങ് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇറ്റ്സ് എ വെരി സണ്ണി ഡേ ആൻഡ് ഇറ്റ്സ് വെരി ഹോട്ട്, ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. Lots of place for you to take pictures. It's a very vibrant and colorful place. And then we took we have a surprise for you actually. Can't wait to show you. And follow our channel. Please subscribe and follow our channel To have wide variety of contents. Some interesting content. Louis has something to say. Louis, This is our family vlog. Hi. Hi, Louis. Shy. മറ്റൊരു Louis, ഇവിടെ. Can you tell you break concrete wall under അയ്യോ. എനിക്ക് moving like good boy. ചേച്ചി എന്തിനാ കഴിക്കണേ? This is Munjimi noodles. How does it taste? It's very flavorful. ആണോ? Very tasty. എനിക്കാണ്. അപ്പൊ നമ്മള് the very famous beef roti ആണ് from this very famous hotel, Mon Chinese beef roti. So this is how it look like. So once you come to Malaysia, just give it a try. അമ്മയ്ക്ക് ഇഷ്ടമായത്? But this is Portuguese start and we're gonna taste it. How is this start? Really button. So good. സെറയുടെ കുറുമ്പ് കാണിക്കായിരുന്നു. അമ്മ അമ്മയുടെ വിഷമങ്ങൾ പറയുന്നു. അപ്പൻ അതെല്ലാം കേട്ട് നിൽക്കുന്നു. Happiness crossing rice. അങ്ങനെ ഞങ്ങള് ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ എയർപോർട്ടില് പോയിക്കൊണ്ടിരിക്കുകയാണ്. Hi everyone, so thank you all for watching the video and I hope you guys enjoyed it as much as we enjoyed making it. അപ്പോൾ നമ്മുടെ മലേഷ്യൻ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ആൻഡ് വി ആർ ഓൾ ബാക്ക് ടു അവർ യൂഷ്വൽ റൂട്ടീൻസ്. ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ ട്രിപ്പ് ആൻഡ് വി ഗോട്ട് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് വിത്ത് അവർ ഫാമിലി ടുഗെദർ.
അപ്പോൾ നമ്മൾ 4 ദിവസം 4 ഡേയ്സ് പിന്നെ 3 നൈറ്റ്സ് ഇങ്ങനെയാണ് മലേഷ്യയിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു ടൈം സ്പാനിൽ നമുക്ക് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമോ ഐ ഹോപ്പ് വി കവേർഡ് ആസ് മച്ച് ആസ് വി കുഡ്. പക്ഷെ നമുക്കങ്ങനെ ലൈക്ക് ഐലൻഡുകളോ അങ്ങോട്ടൊന്നും പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ കോലാലംപൂർ പിന്നെ ജെൻറ്റിങ് ഐലൻഡ് ആ 2 സ്ഥലങ്ങൾ നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് പറ്റാവുന്നിടത്തോളം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. I guess that's all about the video, and once again thank you all for watching. Bye.